guys, welcome back to Beat House. Guys, അപ്പോൾ ഇന്നത്തെ വീഡിയോ imposter drawing challenge. Ding ding. Guess ചെയ്. മൂന്ന് പേർക്ക് അല്ല ഒരാൾ കൂടുതൽ ഒരാൾ ഇമ്പോസ്റ്റർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത്. അല്ലാന്നുള്ള കാര്യം പറ. അത് കഴിഞ്ഞിട്ട് എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. പറഞ്ഞോ. എനിക്ക് ഗസ് അറിയില്ല അയ്യോ ചാലഞ്ച് ചോദിക്കുന്നത്. ഗൈസ് അപ്പോൾ ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ എന്തായാലും ഒരാൾ ഇമ്പോസ്റ്റർ ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഡ്രോയിങ് ആണ്. നമ്മൾ ഇതിന് മുന്നേ മറ്റേ ഇമ്പോസ്റ്റർ ചാലഞ്ച് അതുപോലെയല്ല, ഇത് അവിടെ ബാക്കിൽ ബോർഡ് ഉണ്ട്, വേറെ ഡ്രോയിങ് ആണ് ഗൈസ്. ഓക്കെ അറിയത്തില്ല ശരിയാണല്ലോ. പിന്നെ ഡ്രോയിങ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ 4 പേരുണ്ട്. 4 പേരിൽ 3 പേർക്ക് ഒരു സബ്ജക്ട് കിട്ടും. ആൻഡ് ഒരാൾക്ക് അയാളുടെ പേപ്പറിൽ ഇമ്പോസ്റ്റർ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, സോ നമ്മൾ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരാൾ വന്ന് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു വരയ്ക്കുന്നു, അടുത്ത ആൾ വരുന്ന വരയ്ക്കുന്നു. അപ്പോൾ ഇമ്പോസ്റ്റർ എന്താണ്, ആ സാധനം എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് വരക്കണം. ഇല്ലെങ്കിൽ ഇമ്പോസ്റ്റർ ആരാന്നുള്ളത് ബാക്കിയുള്ളവർ തൂക്കും. മനസ്സിലായോ? ഓക്കെ ഗൈസ്, അപ്പോൾ ചാലഞ്ച് അങ്ങനെയായിരിക്കും നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളി മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഗൈസ്, അപ്പോൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പോൾ എന്റെ കയ്യിൽ ബൗൾ കിട്ടിയിട്ടുണ്ട്, 4 പേപ്പർ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതിൽ 3 എണ്ണം ഒരു സബ്ജക്റ്റും ബാക്കി ഒരു പേപ്പറിൽ ഇമ്പോസ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ആർക്കൊക്കെയാണ് കിട്ടാന്നല്ല ആദ്യം ആരാ എടുക്കുന്നത്? ഇടുക്കട്ടെ, കൈ പോയാലും പൊട്ടുവാനെ നോക്കാ. വരാരും കാണിച്ചു കൊടുക്കരുത്. നീ നോക്കിയേനോ? ഞാൻ തുറക്കട്ടെ. 3 റൗണ്ട് ഉണ്ട്, പേടിക്കണ്ട. മനസ്സിലായില്ലേ? 3 റൗണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇമ്പോസ്റ്റർ ആരാന്നുള്ളത് ഡിസ്കസ് ചെയ്ത് നമ്മൾ തീരുമാനിക്കുള്ളൂ. മനസ്സിലായോ? ഓക്കെ അല്ലേ? വരക്കണം. ഇപ്പൊ തന്നേക്കുന്ന സാധനം വരക്കണം. ആ ഗൈസ്, ക്യാംസി കൊമ്മൻ ഒരു വര വരച്ചിട്ടുണ്ട്. ഞാനാണോ? ഇതിപ്പോ കുറച്ചുകൂടി നീട്ടം കൂട്ടാതെ കുറച്ചുകൂടി നീട്ടി വരയ്ക്കായിരുന്നു. അതാണ് വരയ്ക്കാനും അറിയില്ല. അതും അങ്ങനെ വരയ്ക്കും. ഇതെന്താ ചതുരം വരച്ച് കളിക്കടാ? അപ്പൊ 3 റൗണ്ടും കഴിഞ്ഞു. അതെ, ശരിയാണ്. ഇമ്പോസ്റ്ററിന്റെ പേര് ഗൈസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാന്നുള്ളത് ഗൈസ്. ഇവിടെ പല ടെസ്റ്റുകളും നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പ്രധാന പ്രശ്നം ഒന്നുമല്ല, നമുക്ക് ആർക്കും വരയ്ക്കാൻ അറിയില്ല ഇവനൊഴികെ. അതുകൊണ്ട് ഇത് എങ്ങനെ എത്തും എന്നാണ് അറിയാത്തത്. നീ പറഞ്ഞു ഞാൻ തന്നെ ചാർലി. രീതിയിൽ ഇച്ചിരി വരച്ചോട്ടെങ്കിൽ നേരെ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് വരച്ചോട്ടെ. എനിക്ക് അവൻ പറഞ്ഞു ചുമ്മാ ആദ്യം ഒരു ഇങ്ങനെ അടിയിൽ ഇതിട്ടാരാ? ഞാന് ബാക്കി വരച്ച്. അവൻ ജസ്റ്റ് വര മാത്രം ഇട്ടോണ്ടിരുന്നല്ലായിരുന്നു. ഉള്ളതുകൊണ്ടല്ലേ അവിടെ പോയി വര വിട്ടേ. ലിങ്ക് ചെയ്യില്ലല്ലോ. അത് ഷാർക്കായിരുന്നു വരുന്നത്. ഷാർക്കിന്റെ ബാക്ക് ഷാർക്ക് എങ്ങനെ വരക്കേണ്ടത് ഐഡിയ ഇല്ല. അപ്പൊ ഇവര് ചാർലിയാണ് അങ്ങോട്ട് നീട്ടി വെച്ചത്. അവിടെ ഞാൻ തൂക്കി. ഞാൻ ഇവനാന്ന് വിചാരിച്ച. ആക്ച്വലി ഞാൻ ഇവനാന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ മനസ്സിലായി അക്കോറി ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ വര വരുന്നവനാണ്. അപ്പൊ പിന്നെ ഇവനല്ല. പിന്നെ കൂട്ടത്തില് പിന്നെ ഈ കൊമ്പ് വരച്ച മനസ്സിലായി ഇവനല്ല എന്നുള്ളത്. അപ്പൊ പിന്നെ ചാർലി മാത്രം വയ്ക്കണം. ഷാർക്കിന് അക്കോറിയാണ്. ഞാൻ ഏതിലാണ് അതിലുള്ള ചലഞ്ച് മാത്രമേ ഇപ്പൊ വീട്ടോക്സ് എടുക്കുന്നുള്ളൂ. ഈ 2-3 ദിവസമായിട്ട് അല്ല, ഇത് വരയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരച്ച. ഞാൻ ഒരു ലൈനല്ലേ ഇട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇവിടെ പോയിന്റ്സ് ആരെ കിട്ടിയത്? ചാർലിക്ക് പോയിന്റ് ഉണ്ടല്ലേ? അങ്ങനെ ചാർലിക്ക് പോയിന്റ്. ഓ അങ്ങനെ. ഓക്കെ അപ്പൊ 1-1. ഓക്കെ, 3 പേർക്ക് 1, ഇവിടെ 0 ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ വരയ്ക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെയാണ് കളികൾ നടക്കുന്നത്.
അതിനകത്ത് വരച്ചു കൊടുത്തില്ല. അല്ല പിന്നെ നീ പറയണ ഇനി അടുത്ത് പറയണ നീട്ടി വരടാ. എവിടെ നീട്ടി വരണ ഇനി? വരക്കടാ. അതെ, ഷേഡൊന്നും വരക്കണ്ട. ഓക്കെ, ഷേഡൊന്നും വരക്കണ്ട. അതെന്താണത് വാങ്ങാത്തൊരു? ഇതെന്താ എല്ലാരും അതിലുണ്ടാക്കുന്ന കളർ അല്ലല്ല വരക്കാന്നല്ലേ. അങ്ങനെ ഉണ്ടോ? അതെന്താ കളർ കൊടുക്ക? അതെന്താ കളർ അടിച്ചു വെച്ചാ? ഗായ്സ്, അപ്പൊ വരക്കൽ കഴിഞ്ഞു. ഇനി ഇമ്പോസ്റ്ററിന്റെ പേര് എഴുതുന്ന പരിപാടിയാണ്. ഞാൻ ആലോചിക്കട്ടെ. എനിക്കിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഞാൻ കള്ളനെ കൈയോടെ കൂടി പിടിച്ചേ. എന്തിനാ കൈയോടെ പിടിക്കണേ? കൈയോടെ കൂടി പിടിച്ച് ഞാൻ. ഓക്കെ, സോ ഞാൻ എഴുതി. റാഷി ടി പി വായിച്ചോ? ആരായിരുന്നു? ആരാ? ഞാൻ തന്നെ അല്ല, എഡ്വിൻ. ഞാൻ എഴുതിയ ചാർലി BCB. ഞാനും ചാർലി BCB. ഞാൻ തന്നെ. മറ്റേ കളറും കൂടെ അടിച്ചപ്പോ എനിക്ക് അവരെ പിടിക്കാത്ത. നീ അങ്ങനെ ചാർലി BCB എടുത്തു. എന്താണ് ബ്രോ നോക്കിട്ടൊക്കെ തരണേ. എഡ്വിൻ BCB ആദ്യം വരയ്ക്കും. പിന്നെ അതെടുത്ത പിന്നെ നീ വരക്കണ്ടേ? ഇവൻ ഈ വേറെ എല്ലാം വേറൊന്നും അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ നിനക്ക്? ഈ ചെറുക്കനാണ് കളി ഓണാക്കുന്നത്. എടാ നിനക്ക് ഈ നേരെ വരെ മാത്രം ഉള്ളോ? നിങ്ങൾ കോപ്പി അടിച്ച് കളിക്കണ 3 റൗണ്ട് ഉള്ളു കേട്ടാ. ഇതെന്ത് സംഭവം? എന്താണ് ഞാൻ ആലോചിച്ച് പൊട്ടത്തെറ്റുന്നു. അതാണ് എന്റെ പ്രത്യേകത. കഴിഞ്ഞ റൗണ്ട് അത് തന്നെയായിരുന്നു. ഡിലേക്ക് അവസാനം തെറ്റിച്ചു. എഡ്വിൻ BCB പറ. ചാർലി BCB. കാരണം ചാർലി BCB എന്നെ ഫോളോ ചെയ്യുന്നു. ചാർലി ആരുടെ പേര് എഴുതി? വാട്ടർ ബോട്ടിൽ മുകളിലൊരു കുനിപ്പുണ്ടെന്ന് അറിയാമോ നിനക്ക്? അതതിന് മോള് വരച്ചാ പോലെ. അവനാണ് കുനാന്ന് വരച്ചോണ്ടിരുന്നതിന് പിന്നെ ആരുടെ പേര് ഡൗട്ട് അടിക്കുക? നേരെ വരയ്ക്കാം. ഞാൻ എപ്പോഴും വര മാത്രം വരയ്ക്കുള്ളൂ കേട്ടല്ലോ. ഒരുത്തിന് കണ്ടുപിടിക്കില്ല പിന്നെ. കുറ്റം പറയുന്ന തന്നെ KMG എന്നോട് ഇത്ര വരക്കണമെന്ന് പറഞ്ഞു. വലിയ ഉപകാരം. അളവ് നോക്കി വരക്കെടുക്കുമ്പോ നിന്നെ ഊക്കുമല്ലേ അത്? ഇവൻ വരക്കുന്നത് കാണില്ലടാ. എലിപ്പെട്ടിയാ ഇത് ആ സാധനം ആയാ മതിയായിരുന്നു. ഇതെന്തോ സാധനം? ഞാൻ കാരണം ആരും ഇത് ചെയ്യണ്ട. ചാർലി BCB. എന്താ കാരണം? കാരണം എന്താ? അവനിങ്ങനെ അവിടെ 3 വരയൊക്കെ വരച്ചു. ഓൾറെഡി അവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ജോയിൻ ചെയ്ത്. ഞാൻ ഇതാണ് വക്രി. ലാസ്റ്റ് അവിടെ എന്തിനാ ജോയിൻ ചെയ്തേ? ജോയിൻ ചെയ്യാൻ പറ്റൂലേ? എനിക്ക് മനസ്സിലായില്ല. എന്നാ പറ നീ. I am the imposter.
നിനക്ക് വരയ്ക്കാൻ അറിയില്ല നിങ്ങളല്ലല്ലേ ജോയിൻ ചെയ്യാൻ മേലെ എല്ലാം ഉണ്ടാവുന്നില്ല. സാധനം എന്തായിരുന്നു? പക്ഷെ അവിടുന്ന് അത് വരച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അല്ലായിരിക്കും. അതുകൊണ്ട് ഞാനും വിചാരിച്ചത് ഇവ മോളിൽ ഇങ്ങനെ വരച്ചില്ലേ. ഞാൻ ഒരു പൊട്ട. അപ്പോ 3 ആളെ എന്റെ പേര് എഴുതാത്തോണ്ട് 3 മാർക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ അതിലും കൂടി വരയ്ക്കണമെങ്കിൽ അത് വേറൊരു സാധനമാവും. ഞാൻ അവിടെ ചെന്നപ്പോ അത് വേറൊരു സാധനമാണ്. സത്യം കേട്ടോ, അത് ഞാൻ ആദ്യം നോക്കുമ്പോ എലിപ്പെട്ടി പോലെ ഇരിക്കുന്ന ഒരു സാധനം. ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ട് നെക്സ്റ്റ് റൗണ്ട്. ഇനി നമ്മുടെ കൊമ്പൻ BCB എടുക്കും. തെറ്റില്ല, പക്ഷെ മണ്ടത്തെ സോറി. നീളം കൂട്ടാനോ നീളം കുറയ്ക്കാനോ പാടില്ല. കട്ടി കൂട്ടല്ലേ? ഇതിപ്പോ എല്ലാരും വസ്ത്രമുണ്ട്, ആർക്കും അറിയില്ല കേട്ടോ. ലാസ്റ്റ് റൗണ്ട് ആണ്. ഇപ്പൊ എല്ലാരും കഴിഞ്ഞു. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇമ്പോസ്റ്റർ ആരാന്ന് എഴുതണം. ഞാൻ എഴുതി. ഞാൻ പറഞ്ഞ ചാർലിദാസ്. ഞാൻ ചാർലി. ഒന്നുമില്ല. റീസൺ എന്താ എനിക്കറിയൂടാ. അല്ല, ബാക്കി രണ്ടുപേരും എനിക്ക് ഡൗട്ട് ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞാ പോരെ. എനിക്ക് ഒക്കെ യോജിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ടൊന്നും സാധനം വരച്ചില്ല. ഞാനായിരിക്കും. ഞാൻ നിങ്ങളെ വെച്ചേ. നീ ആരാ ഇമ്പോസ്റ്റർ ആരാ? അപ്പോ എന്റെ പേര് കൂട്ടി വയ്പ്പിച്ചില്ലേ? ഇത്രയും മൂന്ന് കണ്ടപ്പോ പിന്നെ ലാസ്റ്റത്തെ മാത്രം ചാല് ഫുള്ളായിട്ട് വരച്ചു. അതിന് മുമ്പ് വരണം ഇച്ചിരി സെക്കൻഡ് ചാനൽ വരുന്നത്. ഇവൻ ഇത് വരച്ചില്ലേ? ഇത് വരച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അത് തന്നെ. അത്ര നേരം ചെറുതായിട്ട് വരച്ച ചാനലിൽ ലാസ്റ്റ് ഒറ്റയടിക്ക് ഫുള്ള് വരച്ചപ്പോഴത്തേക്ക് എനിക്ക് ക്ലിക്ക് ചെയ്തത്. അത്ര അതന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു. ഗൈസ്, അപ്പോ ഇവിടെ പോയിന്റ് എനിക്ക് കൊമ്പന് ചാർലിക്ക് ഓരോ പോയിന്റ്. ഗൈസ്, അപ്പോ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഇപ്രാവശ്യം ഞാൻ ഫസ്റ്റ് എടുക്കണ്ട. അയ്യോ പെട്ടല്ലോ. ഇവന് ശരിക്കും ഒരു കഥാകൃത്താണ് കേട്ടോ. ഇവന്റെ വേറൊന്നും മനസ്സിലായി. മറ്റേ മ്യൂസിയത്തിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതെന്താ? അല്ല, അതും സത്യം പറഞ്ഞ നേരെ വരക്കണം. പോട്ട് ഇല്ല, വരച്ചോട്ടെ. എഴുതിയാ ആരാ ഫസ്റ്റ്? ഇത് ആരായിരുന്നു? എന്റെ ഞാൻ റഷ് ഡി ബി. കാരണം നിന്റെ കൂട്ടുകളെ യോജിപ്പുകളുണ്ടല്ലോ, അത് തന്നെ മൂന്നേരം പിടിച്ചാ നിന്റെ ആ അതിനകത്തുള്ള പരണ്ടല്ലോ അടിയിൽ രണ്ടാമതൊരു പര വരച്ചില്ല. പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ വരച്ച് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കൺഫേം ആക്കി. അത് ഞാൻ മറന്നുപോയി പറയുമ്പോ. എന്ത്? അയ്യോ, ഞാൻ ഒരു കാര്യം എന്താ സാധനം വരുന്നത്? ബ്രിഞ്ചാളാണ് അത്. ഗൈസ്, അപ്പോ നെക്സ്റ്റ് സാധനം ഞാനാണോ? അല്ല, നോക്കി എടുക്കാതെ നോക്കിയൊന്നും എടുക്കാൻ പാടില്ല.
അല്ല അതിപ്പോ എത്രാമത്തെ റൗണ്ടാ? രണ്ടാമത്തെ? ഇന്ദ്രനീലിമയോരം കാണുന്നില്ല. ഈ മൂന്നിന് വരച്ച് അല്ല ഇനി ഞാനും കൂടെ ഉണ്ടല്ലേ. എല്ലാരും കെയിനി അവിടെ പോയി എന്തത് മതി വരണത്. ഇല്ല അവനല്ല തുടങ്ങിയത്. ഞാനല്ല തുടങ്ങിയത്. പെട്ടെന്ന് ഇത് വട്ടത്തിൽ ബോസ്കോയാണ്. എന്റെ ഡൗട്ട് എന്താ പറയാ, ഇയാൾ 4 1 തന്നെയാണ് ഇത് ചാലഞ്ച്. എൻ്റെ ഞാൻ ശരിയാവട്ടെ, കുഴപ്പമില്ല ഗൈസ്, പോട്ടെ കുഴപ്പമില്ല. എഴുതിയോ? ഞാൻ ഇത് ഞാൻ വെറുതെ ഇട്ടതാ. ഫസ്റ്റത്തെ ലൈൻ എന്റെ പേരാ. ഞാൻ കമന്റ് ചെയ്ത് എല്ലാരും അങ്ങോട്ട്. പക്ഷെ അപ്പൊ ചാർലിക്ക് മനസ്സിലായിട്ട് അതെ ഞാൻ പോയത് കേട്ട് വെറുതെ നമ്മളെ 2 ലൈൻ കഴിയുമ്പോഴേ ഈ കാര്യം കത്തി. കൈറ്റല്ലേ അതൊരു വര വരച്ചാ പോരെ, നീ ആ കട്ടി വരച്ച് വെച്ചേ ലൈന്. അല്ല ലാസ്റ്റ് അതിന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇനി വള്ളി വരച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ആ ഡൗട്ട് അങ്ങ് മാറി. പിന്നുള്ള ഡൗട്ട് ഇപ്പൊ ലാസ്റ്റ് ഡൗട്ട് എന്താന്ന് പറയട്ടെ, ലാസ്റ്റ് ഡൗട്ട് അവൻ അങ്ങനെ വരച്ചപ്പോഴത്തേക്ക് എനിക്ക് കയറ്റാന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ ഒരു കൺസെപ്റ്റ് എടുത്തേ. ഈ ഒരു ചാലഞ്ചില് അവസാനത്തെ സുനാപ്പി. ഈ റൗണ്ടിലല്ല, ഈ ചലഞ്ചിൽ അവസാനത്തെ ചലഞ്ചില് നീ തന്നെ തുടങ്ങിയത് കൊമ്പൻ. ഓക്കെ ഇപ്പൊ മതി. ഓ നന്ദി. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ സംശയിച്ചാൽ ഞാൻ ഓ എന്റെ ദൈവമേ ഇപ്പൊ കറക്റ്റാണ്. എന്തോ ഒരു സ്ലോ എന്ത് പറ്റി? ഒരു സ്ലോ എന്ത് പറ്റി? ഇങ്ങോട്ടൊരു വര എടുക്കട്ടെ. കെണിയില് വീണ് 2 ചുമ. ഇല്ലാതെ കുഴപ്പമില്ല. ടി വി അതങ്ങനെ ചിലത് അങ്ങനെയാ. കാണുന്നില്ല, എനിക്ക് കാണുന്നില്ല. പറഞ്ഞോ ചാർലി നീ എന്താ തമ്മിൽ എന്താ ബന്ധം? ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് ആ മറ്റേ ആ തിരിയുടെ അവിടെ എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നു? വിത്തോട്ട് ഫയർ എന്നല്ലേ ചേട്ടനെ? വിത്തോട്ട് ഫയർ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ തിരി മാത്രമേ ഉള്ളൂ. തിരി കൂട്ടിയിട്ട് കണ്ടില്ലായിരുന്നാ? ഇവിടെ മെഴുകുതിരിക്ക് നിന്ന പോലെ വരച്ചില്ലേ? അപ്പൊ പുള്ളി കുത്തി മൊട്ടടിച്ച് എന്താ അയ്യോ പുള്ളി നിങ്ങൾ വെച്ച് തമ്മിൽ എന്തൊരു ബന്ധമുണ്ടോ? അതല്ല ഈ വര വരച്ചെന്തിനാ മനസ്സിലായോ? അവനാണോ അല്ലെന്ന് കൺഫേം ആക്കാൻ വേണ്ടിട്ട് അവിടെ വരച്ചത്. അപ്പൊ നിങ്ങൾ അപ്പുറത്ത് വരച്ച് അപ്പോൾ ഈ വരയും ഇത് തമ്മിൽ ഒരു ബന്ധമില്ല, മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഈ വര എന്തിനാ വരച്ചതെന്ന് വെച്ചാൽ അവനാണോ അല്ലെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിട്ട്. കാരണം ഇത് നമ്മുടെ സബ്ജക്റ്റിന് തമ്മിൽ ബന്ധമില്ലല്ലോ, മനസ്സിലായില്ല? അപ്പോഴേ തൂക്കിക്കൂടെ ഇതില്ലേ? കഷ്ടമാണ്. അവന് സബ്ജക്റ്റുമായി വേറെ ഒന്നും വരച്ചിട്ടില്ല, അത് നോക്കിക്കൂടെ? ഞാനെന്താ അഭിനയിക്കുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. ആൾക്കൂടെ വരച്ചത് അത് ഇങ്ങനെ സാധനമാണ്. മെഴുകുതിരി അവനെ കണ്ടുപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ആ അടിയിൽ വരക്കിട്ട് വെച്ച് അവന്റെ ഗ്യാസ് പേരിൽ കണ്ടപ്പോഴേ തോന്നി അവനെ ഇമ്പോസ്റ്റർ. പിന്നല്ലേ ആലോചിക്കായിരുന്നല്ലേ തേങ്ങ നിന്നെ പറ്റിച്ചല്ല ചാർലി. എടാ നിനക്ക് ഇങ്ങനെയുള്ള കുനിപ്പ മെഴുകുതിരി ഉരുകി നിൽക്കുന്നത് അത് കണ്ടിട്ട് മനസ്സിലായില്ല. പിന്നെ രണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് മറിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായില്ല. പിന്നീടല്ലോ ഇങ്ങനെ വരച്ചപ്പോഴത്തേക്ക് ഞാൻ വെറുതെ ഒരു ഫ്ലോയിലൊക്കെ നേരെ തീ പോലെ വരച്ചതാ. വിത്തോട്ട് ഫയർ ആണ്. തീ കത്തിച്ചൂടെ? വിത്തോട്ട് ഫയർ ചെയ്ത് ഞാൻ അതിലെന്ത് ചെയ്യാ?
പണ്ടാര് വരക്കാറില്ല ഗൈസ്. വരക്കാരെങ്കിൽ പിന്നെ കുറച്ച് ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇതൊക്കെ എന്നുള്ളത്. നീ മറ്റേ ഈ മെഴുകിന്റെ സാധനം ഇങ്ങനെ നമ്മളിപ്പോ ചെയ്തില്ലേ, ഇങ്ങനെ ആ സാധനം ഇട്ട ആദ്യം നീ ഇട്ടായിരുന്നെങ്കിൽ nice ആയിരുന്നു. എടാ ഇവന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തേ. എടാ ഇവനെ 4 ഉറപ്പിക്കായിരുന്നു ആക്ച്വലി. നീയാണ് നമുക്ക് എടാ ഞാനത് ചെയ്ത് ഇവനത് ചെയ്യും, അപ്പൊ പിന്നെ ഡൗട്ട് വരില്ലല്ലോ. ഇല്ല, നീ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നെ ഡൗട്ട് അടിക്കത്തേ ഇല്ല. എത്ര തവണയാണ് ഇമ്പോസ്റ്റർ ആണ്? എനിക്ക് ഒരു തവണ നീ എത്ര വട്ടം ഇമ്പോസ്റ്റർ ആയില്ല? ഈ കളിയില് ഒരു 2 റൗണ്ട് ആവാത്തുള്ളൂ, ബാക്കി എല്ലാ റൗണ്ടും ഇമ്പോസ്റ്റർ ആയിരുന്നു. ഞാൻ ഒരു കളി പോലും ആയിട്ടില്ല. എന്റെ ഭാഗ്യമൊക്കെ പോയി തുടങ്ങി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ചാലഞ്ചിൽ ടോപ്പ് പോയിന്റ് നോക്കാം. ആർക്കാണ് ടോപ്പ് പോയിന്റ്? എത്ര പോയിന്റ്? 8 പോയിന്റ്. ചാർലി ഫസ്റ്റ് അടിച്ചിരിക്കുന്നു. ആൾക്കാരെ പറ്റിച്ച് പോയിന്റ്. 2ാം സ്ഥാനം. എത്ര പോയിന്റ്? 7 പോയിന്റ്. നീ എത്ര ഇമ്പോസ്റ്റർ ആയി? പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് ജയിക്കാം. തേർഡ് പറ. ശരിയാ. എത്ര പോയിന്റാ? ഞാനാ? ഞാൻ ഇമ്പോസ്റ്റർ ആയിട്ടില്ല. പിടിച്ചോ. എത്ര പോയിന്റ്? 6 പോയിന്റ്. കൊമ്പൻ. 3. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും പോയിന്റ്സ് ഒക്കെ മനസ്സിലായില്ല. നമ്മള് ചാർലിയോടെ 1.5 കളി കളിച്ചു ഗായ്സ്. ചാർലി ഭാഗ്യം കൊണ്ട് ജയിച്ച്. ഇവിടെ ഞാൻ സത്യം അത് കളിച്ച് മണ്ടനെന്ന് വിളിച്ചു. നമ്മളെ പറ്റിച്ചടാ. പറ്റിച്ച് ജയിച്ചു. നമ്മുടെ ഇന്നത്തെ ഒരു ഇമ്പോസ്റ്റർ ഡ്രോയിങ് ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നത്. അതുവരെ ടാറ്റാ.